ഈ ഔട്ട്ലിയർ ഇവന്റ് ആണ് പല ബിസിനസ്സുകളെയും അടിച്ചു പോകും. ഇതൊരിക്കലും ബിസിനസിന് ഉള്ളിൽ നിന്ന് വരുന്നല്ല, ഒരു പുറത്തുനിന്ന് വലിയൊരു പ്രഷറാണ്. പിന്നെ ഇതിനെ മാപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഒരു മനുഷ്യന് ഇന്നോവേറ്റ് ചെയ്യാനുള്ള കഴിവ്, പുതിയ സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു കഴിവാണ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർക്കൊക്കെ അത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അച്ചിൽ അവരെ വാർത്തെടുക്കേണ്ടതുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നിയിടത്തോളം ആ ബിസിനസ് ഓണറിന്റെ ഒരു പെർസെപ്ഷനാണ്. അതായത് ഇപ്പൊ ഒരു ഫാമിലി ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ ഒരു പെർസെപ്ഷൻ ബേസിക്കലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ടോപ്പ് വണ്ടി, വീട് അപ്ഗ്രേഡ് ചെയ്തു, മുറ്റം ഇന്റർലോക്ക് ആക്കി, കുറച്ച് നല്ല സേവിങ്സ് ബാങ്കിലായി കഴിഞ്ഞാൽ സി ഐ എം ഡൺ, എന്റെ ലൈഫ് തീർന്നു എന്നില്ലാണ്. അതായത് നമ്മളെപ്പോഴും ഇന്ത്യൻസ് എപ്പോഴും നമ്മളൊരു അച്ചീവർ കാറ്റഗറിയിലെ കുട്ടികളാണ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാറ്. അതേസമയത്ത് വെസ്റ്റേൺ ഇപ്പോൾ ഈ ട്രയാഡ് നേഷൻസ്, ജപ്പാനിലും US-ലും UK-ലൊക്കെ നടക്കുന്ന ഒരു ഫിനോമിന, അവരൊരിക്കലും ബിസിനസ്സിനെ ഒരു അച്ചീവർ കാറ്റഗറിയിലേക്കല്ല കൊണ്ടുപോകുന്നത്. അവരൊരു തിങ്കർ കാറ്റഗറിയിലേക്ക്, ഒരു ഇന്നോവേറ്റർ കാറ്റഗറിയിലേക്ക്, ഒരു ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാറ്റഗറിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്നോവേഷൻ അവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്കിത് നോക്കാൻ പറ്റും. ഇപ്പോൾ അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ ഓരോ എക്കണോമിക് എൻവയോൺമെന്റിനെയും എത്ര നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, പാസ്റ്റായിട്ട് വെച്ച് പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ചില സമയങ്ങൾ നമുക്ക് പിടുത്തം തരാതെ എക്കണോമികൾ പോവാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ വന്ന് നമുക്കറിയാം, സരയോവില് അന്നത്തെ എന്താ പറയാ, മറ്റേ ഓസ്ട്രിയന്റെ ആർച്ച് ഡ്യൂക്കിനെ കൊന്നതിന് ശേഷമാണ് ഫസ്റ്റ് വേൾഡ് വാർ വന്നത്. സെക്കൻഡ് വേൾഡ് വാർ വന്നു ഹിറ്റ്ലറെ കൊണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് നടന്ന ഏറ്റവും വലിയ സാധനമാണ് 1930-ലെ ഗ്രേറ്റ് ഡിപ്രഷൻ ലോകത്ത് കിടന്നത്. പിന്നെ എനിക്ക് തോന്നിയിടത്തോളം ഏറ്റവും വലിയൊരു ഇഷ്യൂ .com ബസ് 2002-ല്, 2008-ല് അമേരിക്കയിലെ ലെമാൻ ബ്രദേഴ്സ് ബസ്റ്റായിട്ട് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നത്. അപ്പൊ ഈ ഔട്ട്ലിയർ ഇവന്റ് പലപ്പോഴും വരുമ്പോഴും, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊറോളിയും പ്രളയമൊക്കെയാണ് നമുക്കത് മാക്സിമം വന്നിട്ടില്ല. ഈ ഔട്ട്ലിയർ ഇവന്റ് ആണ് പല ബിസിനസ്സുകളെയും അടിച്ചു പോകും. ഇതൊരിക്കലും ബിസിനസിന് ഉള്ളിൽ നിന്ന് വരുന്നല്ല, ഒരു പുറത്തുനിന്ന് വലിയൊരു പ്രഷറാണ്. ഇപ്പൊ പല കമ്പനികളും, ഇപ്പൊ നമുക്കറിയാൻ പറ്റും, കൊറോണന്റെ സമയത്ത് ശരിക്കും ഇൻഫോസിസും TCS ഒക്കെ അവരുടെ സ്റ്റാഫിന്റെ ശമ്പളം കൂട്ടി കൊടുക്കുകയും ചെയ്തത്. കാരണം അവർക്ക് കോണ്ടിജൻസി ഫണ്ട് ഉണ്ട്, അവർക്ക് അതിനെ അവർ പക്ക മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ മാപ്പ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഒരു മനുഷ്യന് ഇന്നോവേറ്റ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ അതേപോലെ തന്നെ ഒരു മനുഷ്യന് പുതിയ സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു കഴിവാണ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർക്കൊക്കെ അത് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അച്ചിൽ അവരെ വാർത്തെടുക്കേണ്ടതുണ്ട്. ബേസിക്കലി L7-ലെ കുട്ടികൾക്കൊക്കെ UKMBA-ലൊക്കെ അത് നന്നായിട്ട് അവർക്ക് എന്താവും, അതിനുള്ള അവസരം ഉണ്ടാവും. കാരണം എക്സാമിനേഷന്റെ മോഡ് എന്തല്ല, ഒരിക്കലും ഒരു 3 hour ടെസ്റ്റ് അല്ല. എക്സാമിനേഷൻ മോഡ് പലപ്പോഴും ഒരു കുട്ടി പ്രൊജക്റ്റ് ആയിട്ട് ഒരു കമ്പനി ചെന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ്. അപ്പം അവിടെ അവന് കുറെ ഇന്നോവേറ്റ് ചെയ്യാൻ അവസരമുണ്ട്, അവിടെ അവന് കുറെ തിങ്ക് ചെയ്യാൻ അവസരമുണ്ട്, അവിടെ എങ്ങനെ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക, പുതിയ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി, ഒരു എക്സ്പീരിയൻസ് കാറ്റഗറി ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ കുട്ടികളൊക്കെ ബേസിക്കലി UK-യിൽ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ ഓൾറെഡി അവർ ഈ എക്സിസ്റ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്റം എക്സാക്ട്ലി അവന് മനസ്സിലാവും. കുറെ രാജ്യക്കാരുമായിട്ട് അവന് സംവദിക്കാൻ പറ്റും. പലപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ ചിലരൊക്കെ ടോട്ടൽ ഷെൻജൻ വീസ എടുത്തിട്ട് 28 യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കറങ്ങുന്ന കുട്ടികളുണ്ട്. അവരുടെ ഒരു എക്സ്പോഷർ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അവർ എത്രത്തോളം കൾച്ചറിലാണ് എക്സ്പോസ്ഡ് ആവുന്നത്. നമ്മളെ നാട്ടിലെ ഒരു കോളേജിൽ, ഒരു ലോക്കൽ MBA-ലൊക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു 4 സ്റ്റേറ്റിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഒരു 3 വില്ലേജിലെ കുട്ടികളായിട്ടൊക്കെ ആയിരിക്കും അവർക്ക് സംവദിക്കാൻ പറ്റും. അപ്പൊ അത്രയും വലിയൊരു എക്സ്പോഷറില്ല കുട്ടിയെ കിട്ടുന്നത്. അപ്പൊ അത് അവരിൽ കുറെ മാറ്റങ്ങളുണ്ടാവും, ഇന്നോവേഷനും തിങ്കിങ്ങിലും എക്സ്പീരിയൻസിലൊക്കെ. ഒരു അച്ചീവർ കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് അവർ മാറി ചിന്തിക്കാൻ അവർ തുടങ്ങും ആണ് എനിക്ക് തോന്നുന്നത്.